ഈജിപ്റ്റ് വേഴ്സസ് അർജന്റീന കളി എല്ലാവരും കണ്ടു കാണും. അപ്പോൾ മെസ്സി നല്ല കളിയായിരുന്നു, അർജന്റീനയുടെ കിടിലൻ കംബാക്ക് ആയിരുന്നു. മെസ്സി ഒരു ഗോൾ, ഒരു അസിസ്റ്റ് നമ്മളെല്ലാം കണ്ട്. പക്ഷേ ഈജിപ്റ്റിൻ്റെ രണ്ടാമത്തെ ഗോൾ കേട്ടോ, എല്ലാവരും കേൾക്കണേ. ഒരു ഗോള് അവർ കൗണ്ടർ അറ്റാക്ക് നടത്തി ഇപ്പുറത്ത് കൊണ്ടുവന്ന് അടിച്ച് കയറ്റുകയാണ് ഈജിപ്റ്റ്. ആ സമയത്ത് സെലിബ്രേഷനും കഴിഞ്ഞിട്ടാണ് അർജന്റീന വാറിന് റിക്വസ്റ്റ് ചെയ്യുന്നത്. 2 മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ, എന്നിട്ട് അത് നോ ഗോളായി. റെഫറി വാർ ചെക്ക് നോക്കി നോ ഗോളായി. അതിനുശേഷം ഈജിപ്റ്റിന് ഇതുപോലെ ഒരു അവസ്ഥ വന്നിട്ട് ഡി ബോക്സിനകത്ത് വെച്ച് സാലെ ഫൗൾ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അതുപോലെ ഈജിപ്റ്റ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു വാർ ചെക്ക് നടത്താൻ വേണ്ടി. റെഫറി അത് നോ ഫൗൾ പറഞ്ഞ് പ്ലേ ഓൺ ആണ്. അതേസമയം അത് റിക്വസ്റ്റ് ചെയ്തപ്പോൾ പുള്ളി റെഡ് കാർഡും യെല്ലോ കാർഡും മാറി മാറി കാണിക്കുകയാണ്. ഇത് എവിടുത്തെ നിയമമാണ്, എന്ത് നടപടിയാണ്? ഒരു റെഫറി നിഷ്പക്ഷമായിട്ട് വേണം നിൽക്കാൻ. ഒരുപക്ഷെ റെഫറി അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല. അതൊരു വാർ ചെക്കിന് പോയി അതൊരു ഫൗൾ കൊടുത്തിരുന്നെങ്കിലോ, അതിന് മുന്നേ അടിച്ച ഗോളും ഇതുപോലെ വാർ ചെക്ക് നടത്തി ഒരു തിരിമറി നടത്തിയില്ലായിരുന്നെങ്കിലോ സത്യത്തോടെ ഈജിപ്റ്റ് ജയിക്കാനുള്ള കളിയായിരുന്നു. അതിനൊരു ക്വാളിറ്റി അവന്മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നി പേഴ്സണലി. അതുകൊണ്ട് എനിക്ക് ഈ ജയം വലിയ ഇതായിട്ട് തോന്നുന്നില്ല.